ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഈ ഒരു പഴയ ഫാൻ റെഗുലേറ്റർ മാറ്റാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ റെഗുലേറ്റർ മാറ്റുന്നതെന്ന് കാണിക്കാം. ആദ്യം നമ്മൾ അതിൻ്റെ സൈഡിലാണോ ഒരു സ്ക്രൂ എന്ന് നോക്കുക. അത് എടുത്താലേ നമുക്ക് ഈ കവർ റിമൂവ് ചെയ്യാനൊക്കത്തുള്ളൂ. ആദ്യം നമ്മൾ ഈ അടിയിലത്തെ സ്ക്രൂ റിമൂവ് ചെയ്ത് മാറ്റുക. സാധാരണ ഈ ടൈപ്പിനകത്തൊക്കെ ഇങ്ങനെ അടിയിലായിരിക്കും സ്ക്രൂ വരുന്നത്. അപ്പോൾ ഇങ്ങനെ അടിയിലത്തെ സ്ക്രൂ റിമൂവ് ചെയ്തിട്ട് ഈ പുറം കവർ അങ്ങ് എടുത്ത് മാറ്റുക. പുറം കവർ എടുത്ത് മാറ്റുമ്പോൾ നമുക്ക് രണ്ട് വയറുകൾ മെയിനായിട്ട് കാണും. ഒന്ന് സ്വിച്ചിൽ നിന്ന് വന്നേക്കുന്ന വയറും, സ്വിച്ചിൻ്റെ ഇപ്പോൾ ഫാനിൻ്റെ സ്വിച്ചിൻ്റെ മേളത്തെ വശത്ത് വന്ന് അടിയിലിട്ട് സ്വിച്ചിൻ്റെ അടിവശം ഫേസ് വന്ന് നേരെ കയറും. അവിടുന്ന് ഇതിലോട്ട് ഫാൻ റെഗുലേറ്റർ വന്നിട്ട് നമ്മളിടുന്ന സ്റ്റെപ്പ് അനുസരിച്ച് ഫാൻ റെഗുലേറ്റർ, അതായത് ഇതൊരു റെസിസ്റ്ററാണ്. ഇതിപ്പോൾ 4 ഓമിൻ്റെ റെസിസ്റ്റർ ആണെങ്കിൽ ആദ്യം ഇടുമ്പോൾ 4 ഓം ആയിരിക്കും, അപ്പോൾ സ്പീഡ് കുറയും. വീണ്ടും ഇടുമ്പോൾ ഒരു 3 ഓം ആയിരിക്കും, അപ്പോൾ കുറച്ചും കൂടെ റെസിസ്റ്റൻസ് കുറഞ്ഞ് കിട്ടും. അപ്പം കുറച്ചും കൂടെ കറണ്ട് ഫാനിലോട്ട് ചെല്ലും, ഫാൻ കറങ്ങും. അപ്പം മൂന്നാമത്തെ സ്റ്റെപ്പിലൊക്കെ ഇടുമ്പം മാക്സിമം ഈ റെസിസ്റ്റൻ്റെ മാക്സിമം ആംബിയർ, മാക്സിമം ആംബിയർ അല്ല, മാക്സിമം റെസിസ്റ്റൻസ്, അതായത് കറണ്ട് പോകാനുള്ള ഫ്ലോ കുറച്ചും കൂടെ സ്പീഡിലായിരിക്കും. അതിൻ്റെ റെസിസ്റ്റൻസ് അന്നേരം കുറച്ചും കൂടെ കുറയും. 4ാമത്തെ സ്റ്റെപ്പ് ഇടുമ്പോൾ ആയിരിക്കും ഒരു റെസിസ്റ്റൻസും കാണത്തില്ല. ഫാൻ നമുക്ക് ത്രൂ ആയിട്ട് തന്നെ സ്വിച്ചിൽ നിന്ന് മെയിൻ ഡയറക്റ്റായിട്ട് തന്നെ ഫാനിലോട്ട് പോകുന്ന ഫേസ് വെയർ ചെയ്ത്, അപ്പോൾ അത്രയും കറണ്ട് നല്ലോണം ഒഴുകും. അപ്പോൾ റെസിസ്റ്റൻസ് കുറവായിരിക്കും, അപ്പോൾ ഫാൻ നല്ലോണം കറങ്ങും. അപ്പോൾ ഈ പണ്ടത്തെയൊക്കെ ഇങ്ങനത്തെ ടൈപ്പിനകത്ത് നോക്കിയാൽ നമുക്ക് ഇങ്ങനൊരു റെസിസ്റ്റൻസർ കാണാനാകും, പച്ച. ഇതിങ്ങനെ ടാപ്പ് ചെയ്തേക്കുവാണ്, ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് അനുസരിച്ച് ഇങ്ങനെ ടാപ്പ് ചെയ്ത് പോയേക്കുവാണ്. അപ്പോൾ നമ്മളിങ്ങനെ കറക്കി ഇടുമ്പോൾ ഓരോ സ്റ്റെപ്പായിട്ടായിരുന്നു, ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല പുതുവയ്ക്കും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പഴയത് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തെ ഒരു കവർ ഇളക്കി മാറ്റിയതിന് ശേഷം ഇനി ഇത് ഉറപ്പിച്ച് ബേസും ഈ റെസ്റ്ററും ഉറപ്പിച്ചേക്കുന്ന 2 സ്ക്രൂ ആണ്, മേളിയും താഴെയായിട്ട്. ഇത് 2 ഇളക്കുന്നതിന് മുമ്പായിട്ട് ഈ 2 സ്ക്രൂ ഉണ്ട്, ഈ 2 വയറുണ്ടല്ലോ, ഈ 2 വയറും അഴിച്ചു വിടുക. ഈ 2 വയറും പഴയതും പുതിയത് സെറ്റ് ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ ഈ താഴത്തെ ഈ കോമൺ ഒരു ബാറ് കാണും, ഒരു ടെർമിനലുണ്ട്. ഇതിനകത്തും ഈ 4ാമത്തെ ഈ പോയിന്റായിട്ട് ഇവിടെയും കൊടുത്തേക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ വയറിളക്കി അതിനകത്ത് കൊടുത്താൽ മാത്രം മതി. അത് നമുക്ക് പിന്നെ ഈ ബേസ് ഇളക്കി മാറ്റാനായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ മെയിൻ സ്വിച്ചൊക്കെ അത്യാവശ്യം കറണ്ടിലൊക്കെ ഉപയോഗിക്കാൻ പേടിയാന്നുള്ളവർ നമ്മൾ മെയിൻ സ്വിച്ചൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് വയ്ക്കുന്നത് നമുക്ക് കുറച്ചും കൂടെ സേഫ്റ്റി ആയിരിക്കും. അപ്പോൾ ഇത് സീരിയസ് ആയിട്ടേ വരത്തുള്ളൂ. ഈ ഫാൻ റെഗുലേറ്റർ എന്ന് പറയുന്നത് ഫാനിലോട്ട് പോകുന്ന ഫേസ് വയറിന് സ്വിച്ചിൽ നിന്ന് വരുന്ന വയർ അടിവശത്ത് കയറും, ഫാനിലോട്ട് പോകുന്ന ഫേസ് വയർ ഇവിടെ പോവും. ഫാനി ന്യൂട്രൽ മേളിൽ എവിടെയെങ്കിലുമൊക്കെ ലിങ്ക് ചെയ്ത് ന്യൂട്രൽ നേരെ പോകത്തുള്ളൂ. അപ്പോൾ സീരിയസ് ആയിട്ടാണ് ഇതിന് നമ്മളിത് ഫാനിൻ്റെ റെഗുലേറ്റർ കൊടുക്കുന്നത്. അതായിട്ട് നമ്മൾ ഫാനിലോട്ട് പോകുന്ന കറണ്ടിനെ റെസിസ്റ്റ് ചെയ്ത് തടസ്സപ്പെടുത്തിയാണ് നമ്മൾ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇളകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബേസ് ഇളക്കി മാറ്റിയിട്ടുണ്ട്. ഇനി കാണിക്കാൻ പോകുന്നതെന്ന് പറയാൻ, നമുക്കിപ്പോൾ ഒരു റെഗുലേറ്റർ മേടിക്കാനൊക്കാത്ത സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ, എന്തെങ്കിലും ബൈ ചാൻസ് കട അടഞ്ഞു കിടക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബൈ ചാൻസ് കൊടുക്കാനൊക്കത്തില്ല, നമുക്ക് ഫാൻ കറക്കേ പറ്റത്തുള്ളൂ എന്ന് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ റെഗുലേറ്ററിൽ നിന്ന് 2 വയർ ഇളക്കിയിട്ട് ഇത് ഡയറക്റ്റായിട്ട് അങ്ങ് കൊടുക്കുക. ഡയറക്റ്റായിട്ട് കൊടുക്കുമ്പോൾ എന്ന് പറയുന്ന സമയത്ത് ലൈൻ ത്രൂ ആയിട്ട് കിടക്കും. നമുക്ക് സ്റ്റെപ്പ് ചെയ്യാനൊക്കത്തില്ല, അതായത് ഡിമ്മർ ഉപയോഗിച്ച് റെഗുലേറ്റർ ഉപയോഗിച്ച് നമുക്ക് ഫാനിനെ റെഗുലേറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. ഫാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ നമുക്ക് ഫാനിൻ്റെ വയർ ജസ്റ്റ് ഒന്ന് മുട്ടിച്ച് വെച്ചിട്ട് സ്വിച്ച് ഇടുവാണ്. വേണ്ടേ, ഫാൻ നല്ല സ്പീഡിൽ കറങ്ങുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് റെഗുലേറ്ററൊക്കെ ഇല്ല, അത്യാവശ്യം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് കറക്കാം. റെഗുലേറ്റർ വെക്കണമെങ്കിൽ അത് ഓപ്ഷൻ നമുക്ക് അതിനകത്ത് തന്നെ ഈ ടോപ്പ് സ്പീഡെന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ഡയറക്റ്റായിട്ട് കിടക്കത്തേ ഉള്ളൂ. ഇതിനകത്തെന്ന് പറഞ്ഞാൽ നമുക്ക് റെസിസ്റ്റൻസ് ഇല്ല. അപ്പം റെസിസ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ട് ടോപ്പായിട്ട് ഇത്രയും ഫുൾ സ്പീഡ് കിട്ടുന്നത് അതുകൊണ്ടാണ് നമുക്ക്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇത് ചെയ്യാതിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. നമുക്ക് ഇഷ്ടം അനുസരിച്ച് നമുക്ക് കാറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കും. പിന്നെ എപ്പോഴും ഇതുകൊണ്ട് ഫുൾ സ്പീഡൊക്കെ കിടക്കും, നമുക്ക് ഉറങ്ങാനൊക്കെ ചിലവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം ചിലവർക്ക് ശ്വാസം മുട്ടൊക്കെ ഉണ്ടാകും, ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഓവർ സ്പീഡൊക്കെ കിടക്കുമ്പോൾ. അപ്പം നമ്മൾ ഇത് തന്നെ യൂസ് ചെയ്യുക. ഇപ്പം ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഇങ്ങനെ ഇതിപ്പോൾ സ്വിച്ചിൽ നിന്ന് വരുന്ന ഒരു വയർ, ഇതായത് ഈ വയർ സ്വിച്ചിൽ നിന്ന് വരുന്നത് ടോപ്പിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇളക്കുന്ന സമയത്ത് വയറൊക്കെ ഒന്ന് ഇളക്കി വിടുന്ന സമയത്തൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക, എവിടെയൊക്കെ ഏതൊക്കെ വയറാന്നുള്ള. അങ്ങനെ ശ്രദ്ധിച്ചാൽ തന്നെ ഒട്ടുമിക്ക നമുക്ക് ഇതുകൂട്ടുള്ള വർക്കുകളെല്ലാം തന്നെ നമുക്ക് വീട്ടിലുള്ള എല്ലാ വർക്കുകളും തന്നെ അത്യാവശ്യം നമുക്ക് ചെയ്യാനൊക്കും. ഒരു ഇലക്ട്രീഷ്യൻ്റെ സഹായം ഇല്ലാതെ തന്നെ
ചെയ്യാനൊക്കെ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഓഫ് ചെയ്യുക ഫാൻ. അപ്പോൾ ഇതാ നമ്മളിപ്പം പുതുതായിട്ട് ഇവിടെ സെറ്റ് ചെയ്യാൻ പോകുന്ന ഈ മാക്സ് എന്ന് പറയുന്ന ഒരു ഫാൻ റെഗുലേറ്ററാണ് ഇവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം പുതിയ ഫാൻ റെഗുലേറ്ററൊക്കെ കിട്ടുവാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് നോക്കിയിട്ട് മിക്കതിൻ്റെയും ഇത് ഇളക്കണം. ആദ്യം ഇതിൻ്റെ ഈ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന ഈ നോബ് ഉണ്ടല്ലോ, ഇത് ഇളക്കണം. ഇതിളക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ കവർ ഇളക്കിയിട്ട് പുറത്ത് കാണുന്ന ഈ കവർ ഇളക്കിയിട്ട് ഈ ബേസ് നമുക്ക് സ്വിച്ച് ബോർഡിൻ്റെ മേളിൽ ഫിറ്റ് ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പോൾ ഈ മിക്കതിൻ്റെയും സാധാരണ കണ്ടുവരുന്നത് പറഞ്ഞാൽ ഈ ടോപ്പിൽ ബട്ടൺ ഉണ്ടല്ലോ, ബട്ടണിൻ്റെ സൈഡിലായിരിക്കും ഒരു സ്ക്രൂ ആണ്, അതിളക്കണം. പക്ഷേ ഇതിനങ്ങനെ സ്ക്രൂ ഇല്ല. ഇപ്പോൾ സ്ക്രൂ ഇല്ലാത്ത വരുന്ന ടൈപ്പിനൊക്കെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ചെറുതായിട്ട് ഇങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കുക. പുഷ് ചെയ്ത് കൊടുക്കുമ്പോൾ അതൊരു ലോക്കിലായിരിക്കും കിടക്കുന്നത്. ഇതുണ്ടോ ചെറുതിൽ ഒരു റൗണ്ടും ഒരു കട്ടിങ്ങും ഉള്ളത്. അപ്പോൾ ആ റൗണ്ടിങ് കട്ടിങ്ങും വെച്ച് അപ്പോൾ അങ്ങനെ ഒരു ലോക്കിലാണ് ഇത് കിടക്കുന്നത്. അതിനുശേഷം ഈ 2 സ്ക്രൂകളൊക്കെ ഈ കവർ ഇളക്കാനായിട്ട് ഈ 2 സ്ക്രൂകളൊക്കെ മാറ്റുക. രണ്ട് സ്ക്രൂ ഇളക്കി മാറ്റി. ഇതാണ്. അപ്പോൾ നമ്മൾ ഇളക്കി ഒരു വയറ് നേരത്തെ ഇതാണ് പഴയത്, ഇത് പുതിയതാണ്. അപ്പം പഴയതിനകത്ത് നമ്മൾ ഇവിടുന്ന് ഇളക്കിയ വയറ് ഇവിടെ തന്നെ കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ അല്ലായിരുന്നു മറ്റേ വയർ, ഫാനിലോട്ട് പോകുന്ന ഫേസ് ഇവിടെയായിരുന്നു. അപ്പോൾ അതിനും 2 സ്ക്രൂ ഉണ്ട്, അതും ഇവിടെ തന്നെ കൊടുക്കുക. അപ്പോൾ ഒരു മാറ്റവും ഇല്ല, ഇങ്ങനെ തന്നെ 2 വയർ ഇളക്കുന്നതേ ഉള്ളൂ. അപ്പോൾ 2 വയർ എവിടെ നിന്നാണോ ഇളക്കുന്നത് അത് തന്നെ നമ്മൾ സൂക്ഷിച്ച് നോക്കിയിട്ട് അവിടെ തന്നെ ഉറപ്പിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു സ്ക്രൂ മുറുക്കുക, ഇവിടെ ഒരു സ്ക്രൂ മുറുക്കുക, ബേസ് ആണോ ഉറപ്പിച്ച് നിർത്തുക. അപ്പോൾ സത്യത്തിൽ ഒരു 4 സ്ക്രൂ മുറുക്കുന്നതിൻ്റെ കാര്യമേ ഉള്ളൂ. പിന്നെ ഈ 2 വയറൊന്ന് അത്യാവശ്യം ഒന്ന് നോക്കി വയ്ക്കുക. ഇത്രയും കാര്യമുള്ളൂ ഇതിനകത്ത് സെറ്റ് ചെയ്യുന്നതിനായിട്ട്. അപ്പോൾ ഇനി നമുക്കെടുത്ത് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്യുമ്പോൾ മറ്റേ ഹോള് കിട്ടുവാണെങ്കിൽ ആ ഹോള് തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് സ്ക്രൂ മുറുക്കുന്നതിന് മുമ്പായിട്ട് ഈ ഹോളിൽ കൂടെ 2 വയറെടുത്ത് ആദ്യം തന്നെ പുറത്തിടണം. ഇവിടെയും കൊടുക്കുന്ന വയർ ഏതാണെന്ന് നമ്മൾ നോക്കി കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഇളക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക ഏതൊക്കെ വയറാണെന്നുള്ളത്. അത് നോക്കിയിട്ട് ഇവിടെയും കൊടുക്കുക. അപ്പോൾ ഫിറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ താഴെ കിടക്കുന്ന ഹോള് കണ്ടോ, ഈ ഹോളിൻ്റെ സൈഡിൽ കൂടെ ഈ 2 വയർ എടുക്കണം. അപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തേക്കുവാണ്. അപ്പോൾ വയർ നമ്മളൊന്ന് പിരിച്ചിട്ട് ആ 2 ഹോളിൽ കൂടെ ഒന്ന് എടുക്കണം. അടിയിൽ കൂടെ എടുത്തിട്ട് അടിയിൽ കൂടെ വന്നിട്ടുണ്ട്. അടിയിൽ കൂടെ വന്നിട്ട് നമുക്ക് ഇനി ബേസ് ഒന്ന് ഉറപ്പിച്ച് നിർത്താം. അപ്പം കുറച്ചും കൂടെ ഫ്രീ ആവും ചെയ്യാനായിട്ട്. ഈ 2 ഹോള് കണ്ടോ, ഈ 2 മേളത്തെ ഈ ഹോളും ഈ താഴത്തെ ഹോളിൽ നമ്മൾ സ്ക്രൂ ചെയ്ത് ബേസിനെ ഉറപ്പിച്ചേക്കാം. അപ്പോൾ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് വെച്ചിട്ട് പഴയ ഹോള് നോക്കണം. പഴയ ഹോള് ഇതുണ്ട്, പഴയ ഹോള് നമുക്ക് സൂട്ടായിട്ട് വന്നിട്ട് പഴയ ഹോളിലോട്ട് വെച്ച് തന്നെ ടൈറ്റ് ചെയ്ത് കഴിക്കുക. ഈ സൈഡിൽ അതുപോലെ തന്നെ പഴയ ഹോള് നോക്കിയിട്ട് അതിനകത്തോട്ട് ടൈറ്റ് ചെയ്ത് വയ്ക്കാം. ഇത് ഡ്രൈവാൾ സ്ക്രൂ ആണ്. അപ്പോൾ ഡ്രൈവാൾ സ്ക്രൂ ആയതുകൊണ്ട് പെട്ടെന്ന് നല്ലോണം കയറുകയും ചെയ്യും, നല്ലോണം ടൈറ്റായും ചെയ്യും. അതുകൊണ്ട് ഇപ്പം ഡ്രൈവാൾ സ്ക്രൂ നമ്മൾ എടുത്തത്. അപ്പോൾ ഇനി നമുക്ക് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഫാനകത്തെ കണക്ഷനാണ്. അപ്പോൾ നേരത്തെ പഴയ ഇളക്കിയപ്പോൾ ഞാൻ കാണിച്ചായിരുന്നു. ഇതിനകത്ത് തന്നെ ഏതൊക്കെ വയറാണോ ഈ സ്ക്രൂവിനകത്ത് വരുന്നത് അത് നമ്മൾ നോക്കി വയ്ക്കണമെന്ന് പറയും. അപ്പം ഇച്ചിരി കനം കുറഞ്ഞ ഒരു ഈ വയറായിരുന്നു, അതായത് സ്വിച്ചിൽ നിന്ന് വരുന്ന വയർ, ഇത് വയറായിരുന്നു ഇതിൻ്റെ അടിയിലോട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ വയർ തന്നെ ഒന്ന് പിരിച്ചിട്ട് ഒരു റിങ് മോഡലാക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഇൻസുലേഷനൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ചെറുതായിട്ട് കരിഞ്ഞൊക്കെ ഇരിക്കുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പം കുറച്ചും കൂടെ ഒന്ന് അതിൻ്റെ ഇതൊക്കെ ഒന്ന് പോയല്ലോ, കോയിൽ വയർ നല്ലോണം ഫ്രഷ് ആകും. അപ്പോൾ ഫ്രഷ് കുഴപ്പമൊന്നുമില്ല, വയറിന് നല്ലോണം നോക്കുമ്പോൾ നല്ല ജമ്പ് കമ്പി എന്നിട്ടിരിക്കുക. അപ്പോൾ ഒന്ന് റിങ് അടിച്ചിട്ടൊന്ന് കൊടുക്കുക. അപ്പോൾ അടിയിലത്തെ സ്ക്രൂ ഊരിയിട്ട്
ജസ്റ്റ് ഒന്ന് റിങ് ആക്കുക. ഒതുക്കി വെച്ചിട്ട് ഇനി നമ്മൾ രണ്ടാമത്തെ വയർ എടുക്കുക. രണ്ടാമത്തെ വയർ ഇതുപോലെ തന്നെ കോപ്പർ നല്ലോണം ഒന്ന് ഫ്രഷ് ആക്കി എടുക്കുക. അപ്പോൾ അത്യാവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട്, പക്ഷെ ആ വയർ ഇച്ചിരി ബ്ലാക്ക് കളറാണെങ്കിൽ അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ടൊന്ന് ഫ്രഷ് കോപ്പർ ആക്കി എടുത്തിട്ട് നോക്കാം. ഇപ്പം കളർ ഉണ്ടാകുന്നു എൻ്റെ ഫ്രഷ് കോപ്പറുണ്ട്. അപ്പോൾ നല്ല കണ്ടക്ടിവിറ്റി ഒക്കെ കൂടും. ഇപ്പം ബ്ലാക്കൊക്കെ വന്ന് മോയ്സ്ചറൊക്കെ വന്നിരിക്കുമ്പോഴത്തേന് കണ്ടക്ടിവിറ്റി ഒക്കെ കുറയും. അതുകൊണ്ട് ഫ്രഷ് കോപ്പർ എടുക്കാൻ പറയുന്നത്. അപ്പം ഇതെല്ലാം ഒന്ന് റിങ് ആക്കുക. ഇപ്പം പഴയതിൻ്റെ നമ്മൾ എവിടെ നിന്നാണ് ഇളക്കുന്നതുണ്ട്, അതിൻ്റെ സൈഡ് ഫോർത്ത് ടാപ്പിൽ നിന്ന് നമ്മൾ ഇളക്കിയേക്കുന്നത്. ഇത് ഡയറക്റ്റ് ഫോർത്ത് ടാപ്പ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ലൈനാണ്. അപ്പം അങ്ങോട്ട് തന്നെ ഒന്ന് റിങ്സ് അടിച്ചിട്ട് സൈഡിലുണ്ട് സ്ക്രൂ. അപ്പോൾ ആ സ്ക്രൂ ഒന്ന് പയ്യെ ഒന്ന് റിലീസ് ചെയ്യുക. റിലീസ് ചെയ്തതിന് ശേഷം അതിനകത്തോട്ട് തന്നെ വെച്ചിട്ട് റിങ്സ് ചെയ്തിട്ട് അതിനകത്തോട്ട് വെച്ച് സ്ക്രൂ ചെയ്യുക. റിങ്സ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ടൈറ്റായിട്ടിരിക്കണം, ഇളകി പോകില്ല. നമ്മൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇളകി പോകാത്ത രീതി നല്ലോണം ചുറ്റി വേണം നമ്മൾ ചെയ്യാനായിട്ട്. വയർ നമ്മൾ ടൈറ്റ് ചെയ്ത്, ഇത് ഫാനിലേക്ക് പോകുന്ന വയർ, ഫേസ് വയർ നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വിച്ചിൽ നിന്ന് വരുന്ന വയർ, സ്വിച്ചിൻ്റെ മേളിൽ നിന്ന് വരുന്ന വയർ ഇതാണ്. അപ്പം നമ്മൾ ഫാൻ സ്വിച്ച് ഇടുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫേസ് സ്വിച്ചിൻ്റെ അടിയിൽ വന്ന് നിൽപ്പുണ്ട്, പുറത്തെ ടെർമിനലിൽ വന്ന് നിൽപ്പുണ്ട്. സ്വിച്ച് ഇടുമ്പോൾ മേളത്തെ ടെർമിനൽ വരും, അവിടുന്ന് ഫേസ് ഒഴുകി വന്ന് ഇവിടെ വരും. ഇവിടുന്ന് നമ്മൾ ഫാൻ നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് ഇടുമ്പോൾ ആ സ്റ്റെപ്പിനനുസരിച്ച് ഇപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പിലാണെങ്കിൽ കറണ്ട് ഇത്ര ഒഴുകുമ്പോൾ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. അപ്പം കുറച്ച് മാത്രമേ ഫാൻ വർക്കാകത്തുള്ളൂ, റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും അന്നേരം. അപ്പോൾ ഒഴുക്ക് കുറയും കറണ്ടിൻ്റെ. അങ്ങനെ സ്റ്റെപ്പ് നമ്മൾ കൂട്ടുന്നതനുസരിച്ച് ഫാനിൻ്റെ റെസിസ്റ്റൻസ് റെഗുലേറ്ററിൻ്റെ റെസിസ്റ്റൻസ് കുറഞ്ഞു വരും. അപ്പോൾ ഫോർത്തിലേക്ക് ഇടുമ്പോൾ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഒട്ടും കാണത്തില്ല, ഡയറക്റ്റ് ലൈനായിരിക്കും. അപ്പം ഫാൻ നല്ല സ്പീഡിൽ കറങ്ങും. അപ്പോൾ വയർ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് റിട്ടേൺ ഒന്ന് തള്ളിയിട്ട് ഈ വയറൊക്കെ ഒതുക്കിയിട്ട് നമുക്ക് അടപ്പിട്ടടയ്ക്കാം. അപ്പോൾ നമ്മൾ വയറെല്ലാം നല്ലോണം ജസ്റ്റ് അകത്തോട്ട് വെച്ച് ഒതുക്കിയിട്ടുണ്ട്. നമ്മൾ അടിച്ചേക്കുന്ന വയറൊക്കെ നല്ലോണം ഒതുക്കി എല്ലാം നല്ല പെർഫെക്റ്റായി. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറത്തെ കവർ എടുത്തിടുക എന്നുള്ളതാണ്. അപ്പോൾ 2 സ്ക്രൂ വെച്ചാൽ മതി എന്ന് പറഞ്ഞത്. ഇപ്പം നമുക്ക് ഡ്രൈവാൾ സ്ക്രൂ ആയതുകൊണ്ട് പെട്ടെന്ന് കയറിപ്പോകും. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കയറിപ്പോകുന്നതുകൊണ്ട് 4 സ്ക്രൂ അങ്ങ് വെച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് പുറത്തെ കവർ വെച്ച് മൂടാം. അപ്പം പുറത്തെ കവർ നമ്മൾ എടുത്തിട്ട് അതുപോലെ തന്നെ ഈ ഹോൾ നോക്കിയിട്ട് പുറത്തെ നീഡിൽ തള്ളി നിൽക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ വെച്ച് ടൈറ്റ് ചെയ്യുമ്പോൾ അകത്ത് 2 ഹോൾ കണ്ടോ, ഈ ഹോളിലോട്ടാണ് നമ്മൾ പുറത്തെ സ്ക്രൂ ഇടേണ്ടത്. അപ്പോൾ ആ ഹോള് കറക്റ്റ് ചെയ്തിട്ട് ഈ കവർ ഇങ്ങനെ വെളി വെച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ അടയാനുണ്ടോ എന്നൊക്കെ നോക്കുക. ജസ്റ്റ് എല്ലായിടത്തും നല്ലോണം ബേസ് നല്ലോണം മൂടി വെച്ചിട്ട് ഈ സ്ക്രൂ നല്ലോണം ടൈറ്റ് ചെയ്യുക, ഈ ഹോള് കറക്റ്റ് ചെയ്യുക. അപ്പോൾ അകത്തെ ഹോള് സ്ക്രൂവിൻ്റെ ആ ത്രെഡ് നല്ലോണം ആ ഹോളിലോട്ട് വെച്ചിട്ട് ഈ സ്ക്രൂ നല്ലോണം ടൈറ്റ് ചെയ്ത് കൊടുക്കുക. 2 സ്ക്രൂവും ടൈറ്റ് ചെയ്ത് നല്ലോണം കൊടുക്കുക. ഇതിന് ശേഷം ഇനി മേളത്തെ ഇത് കണ്ടോ, ഈ ബട്ടൺ ഉണ്ടല്ലോ നമ്മൾ തിരിക്കുന്ന ഈ സ്റ്റെപ്പ് അടിക്കുന്ന ഈ ബട്ടൺ, ഇതിൻ്റെ ലോക്ക് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കുക. ഓക്കെ, വേണ്ടിയിട്ടുണ്ടോ. അപ്പോൾ ഇത്രയുള്ള നല്ലോണം ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് 4ാമത്തെ സ്പീഡിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഓഫ് ചെയ്തിട്ട് ഒന്ന് ഇട്ട് നോക്കാം. കറങ്ങുന്നില്ല, ഫാൻ കറങ്ങുന്നില്ല. 2ാമത്തെ സ്പീഡ് ഫാൻ കറങ്ങിക്കൊണ്ടിട്ടുണ്ട്. 3ാമത്തെ സ്പീഡ്, 4ാമത്തെ സ്പീഡ്. 4ാമത്തെ സ്പീഡാകുമ്പോൾ ഡയറക്റ്റ് 4 അതിനകത്ത് ഇപ്പോൾ 5 പോയിൻ്റ് ഉണ്ട്. അപ്പോൾ 5 സ്പീഡൊക്കെ ആകുമ്പോൾ ഏതാണ്ട് ഡയറക്റ്റ് ലൈനാണ്. അപ്പോൾ നല്ല സ്പീഡിൽ കറങ്ങും. കണ്ടോ, ഫാൻ കറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 4ാമത്തെ സ്പീഡിലിടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഇത് സെറ്റ് ചെയ്യാനൊക്കെ റെഗുലേറ്റർ. ഇപ്പം സോക്കറ്റ് ടൈപ്പ് ആണും സ്വിച്ച് ടൈപ്പ് ആണെങ്കിലും ഇങ്ങനെ തന്നെ 2 വയർ ഇങ്ങനെ കൊടുത്താൽ മതി. തന്നേക്കുന്ന വയർ പോലെ എടുത്ത്
കൊടുത്താൽ മതി.